ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റിൽ മൊഡ്യൂൾ 4 ടോപ്പിക്കാണ് കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താണ് കോൺട്രാക്റ്റ് എന്ന് നോക്കാം. എഗ്രിമെൻറ്റ്സ് വിച്ച് ആർ എൻഫോഴ്സ്ഡ് ബൈ ലോ. ദ പർപ്പസ് ഓഫ് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് ഈസ് ടു അച്ചീവ് ക്വാളിറ്റി കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് വിത്തിൻ സ്റ്റിപ്പുലേറ്റഡ് ടൈം ആൻഡ് കോസ്റ്റ്. അതായത് നമ്മുടെ ക്ലയൻറ്റും അതുപോലെ തന്നെ കോൺട്രാക്ടറും തമ്മിലുള്ളൊരു അഗ്രിമെൻറ്റ് പിന്നീട് അത് സൈൻ ചെയ്ത് കോൺട്രാക്റ്റാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രാക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു ക്വാളിറ്റി ഉള്ള വർക്കായിരിക്കും ക്ലയൻറ്റ് അത് പ്രതീക്ഷിക്കുക. അപ്പോൾ അത് രീതിയിൽ കൊടുക്കാനും അവരെന്ത് ചെയ്യുന്നു, ശ്രമിക്കണം. അടുത്തത് ക്രൈറ്റീരിയ ഫോർ എ വാലിഡ് കോൺട്രാക്റ്റ്. വാലിഡ് കോൺട്രാക്റ്റിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് രണ്ടുപേരും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റ് തന്നെയാണ്. അതായത് രണ്ടുപേരും എന്ന് പറയുമ്പോൾ ക്ലയൻറ്റും പിന്നെ കോൺട്രാക്ടറും. പിന്നെ ദർ മസ്റ്റ് ബി ആൻ ഓഫർ മെയ്ഡ് ബൈ വൺ പാർട്ടി ആൻഡ് ദ അതർ പാർട്ടി മസ്റ്റ് അക്സെപ്റ്റ് ദ ഓഫർ. അപ്പോൾ ഇത് ഒരാൾ ഓഫർ മെയ്ഡ് ചെയ്യും, അപ്പോൾ മറ്റാൾ എന്ത് ചെയ്യും, അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് കോൺട്രാക്ട് ആവുന്നത്. ദർ മസ്റ്റ് ബി കൺസിഡറേഷൻ, യൂഷ്വലി പേയ്മെൻറ്റ് ഇൻ ദ ഫോം ഓഫ് മണി ഫോർ ഡൂയിങ് പർട്ടിക്കുലർ ആക്ട്. അപ്പോൾ നമുക്കറിയാം, ചെയ്യുന്ന വർക്കിനനുസരിച്ച് നമ്മൾ പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കുന്നറിയാം. ദ ഓഫർ ആൻഡ് ദ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി റിലേറ്റഡ് ടു സംതിങ് ദാറ്റ് ഈസ് നോട്ട് പ്രൊഹിബിറ്റഡ് ബൈ ലോ. ദ കോൺട്രാക്റ്റിംഗ് പാർട്ടീസ് മസ്റ്റ് ബി ക്വാളിഫൈഡ് ടു മേക്ക് സച്ച് ആൻ അഗ്രിമെൻറ്റ്. അങ്ങനെ എന്ത് ചെയ്യും, അവരുടെ അഗ്രിമെൻറ്റിലെത്തി പിന്നെ അത് കോൺട്രാക്റ്റിലേക്ക് പോവാണ്. അടുത്തത് കോൺട്രാക്റ്റ് ഡോക്യുമെൻ്റ് ആണ്. ഈ കോൺട്രാക്റ്റ് ഡോക്യുമെൻറ്റ്സിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും, രണ്ട് പേരും തമ്മിലൊരു അഗ്രിമെൻറ്റ് ബോണ്ട് വെക്കുകയാണല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും, സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും, ജനറൽ കണ്ടീഷൻ ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, സ്പെഷ്യൽ കണ്ടീഷൻ ഓഫ് കോൺട്രാക്റ്റ് ഉണ്ടായിരിക്കും, എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ഇഫ് അപ്ലിക്കബിൾ, BOQ എന്ന് പറയും. ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത് കോൺട്രാക്റ്റ് ഡ്രോയിങ്സ് ആണ്. നമുക്കറിയാം, ഒരുപാട് ഡ്രോയിങ്സ് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡിസൈൻ തന്നെയാണ് നടക്കുന്നത്. കൺവേ ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് വിഷ്വൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രൊജക്റ്റ് ടു ബി ദ കോൺട്രാക്റ്റ്. നോർമലി 2 ഡയമെൻഷണൽ ഡ്രോയിങ്, നമുക്ക് പ്ലാൻ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫസ്റ്റ് ഉണ്ടാവുക. പിന്നെ അത് കൂടാതെ ഏതൊക്കെ ഡ്രോയിങ്സ് ഉണ്ടെന്ന് വെച്ചാൽ സൈറ്റ് ഡ്രോയിങ്സ് ഉണ്ടാവും, ആർക്കിടെക്ചർ ഡ്രോയിങ്സ് ഉണ്ടാവും, സ്ട്രക്ചറൽ ഡ്രോയിങ്സ് ഉണ്ടാവും, HVAC ഉണ്ടാവും, ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. പിന്നെ അടുത്തത് സ്പെസിഫിക്കേഷനാണ് പറയുന്നത്. സ്പെസിഫിക്കേഷൻ എന്തിനാണ്, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ ടു ക്യാരി ഔട്ട് കൺസ്ട്രക്ഷൻ വർക്ക്സ്. കൺസ്ട്രക്ഷൻ ഡ്രോയിങ് ടുഗദർ വിത്ത് സ്പെസിഫിക്കേഷൻ നോർമലി പ്രൊവൈഡ്സ് ദ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ യൂസ്ഫുൾ ഫോർ കോസ്റ്റ് എസ്റ്റിമേഷൻ. നമുക്കറിയാം, നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എസ്റ്റിമേഷനൊക്കെ ചെയ്ത് വയ്ക്കും. കോസ്റ്റ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് സ്പെസിഫിക്കേഷൻ. പിന്നെ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് വർക്ക്മാൻഷിപ്പ്, ഫ്രീക്വൻസി ഓഫ് ടെസ്റ്റിംഗ്, ഇൻസ്പെക്ഷൻ ഓഫ് ഇൻസ്റ്റലേഷൻ മെത്തേഡ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അടുത്തത് ജനറൽ കണ്ടീഷൻ ഓഫ് കോൺട്രാക്റ്റ്. ഇതിനെ GCC എന്ന് പറയും. ഇതാണ് കോൺട്രാക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. പിന്നെ എന്താണ്, സെറ്റ് ഔട്ട് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് പാർട്ടീസ് ഇൻ എ കോൺട്രാക്റ്റ് ഇൻക്ലൂഡ്. ഇതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, സ്കോപ്പ് ആൻഡ് പെർഫോമൻസ് ഓഫ് എ പ്രൊജക്റ്റ് ആൻഡ് കോൺട്രാക്റ്റ്. നമുക്കറിയാം, നമ്മളൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളും എങ്ങനെയാണ്, അതിൻ്റെ സ്കോപ്പ് എങ്ങനെയൊക്കെ ആയിത്തീരാം, ഇതൊക്കെ എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യും ഇതിൽ. പിന്നെ അതുപോലെ വാല്യുവേഷൻ ആൻഡ് പേയ്മെൻറ്റ് ടേംസ്. ഇപ്പോൾ വാല്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിലെന്താ, എല്ലാതും അതിൽ ഇൻക്ലൂഡ് ചെയ്യും അല്ലേ, പ്രൈസ് കാര്യങ്ങളൊക്കെ. പിന്നെ ആർബിട്രേഷൻ ആൻഡ് ലോസ്, പിന്നെ ലേബർ റെഗുലേഷൻസ്, സേഫ്റ്റി കോഡ്സ്, ടെൻഡർ ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡേറ്റ്സ്. ഓൾറെഡി ടെൻഡർ ഡോക്യുമെൻറ്റ്സും ടെൻഡറിൻ്റെ കാര്യങ്ങളൊക്കെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിട്ട് കാണാം. പിന്നെ ലേബറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു വർക്ക് നടക്കുന്ന സമയത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള രീതിയിൽ മാത്രം ലേബേഴ്സിനെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം, ഇന്ന ആളുണ്ടെങ്കിൽ ഇന്ന ടൈം പീരീഡിൽ ഇത്ര രീതിയിൽ വർക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ അതിനാവശ്യമുള്ള ലേബേഴ്സിനെ എടുക്കുക. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ലേബേഴ്സ് വയ്ക്കുമ്പോൾ അതിനെന്ത് പോവും, ലേബർ ചാർജസ് പോവും. ക്ലയൻറ്റിന് അവിടെ നഷ്ടമാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ നോക്കാം. അടുത്തത് സ്പെഷ്യൽ കണ്ടീഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്, SCC എന്ന് പറയും. ദ അമെൻഡ്മെൻറ്റ്സ് മെയ്ഡ് ഇൻ GCC ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ എ പെർട്ടിക്കുലർ പ്രൊജക്റ്റ്, മെറ്റീരിയൽസ് പ്രൊവൈഡഡ് ബൈ ദ ഓണർ, സൈറ്റ് വിസിറ്റ്, സ്റ്റാർട്ട് ഡേറ്റ് ഓഫ് കൺസ്ട്രക്ഷൻ, പിന്നെ റിക്വയർമെൻറ്റ് ഓഫ് വേരിയസ് റിപ്പോർട്ട്സ് റിലേറ്റഡ് ടു പ്രോഗ്രസ് ഓഫ് വർക്ക്. നമുക്കറിയാം, നമ്മളൊരു പ്രൊജക്റ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് ടു എൻഡ് വരെ നമ്മളതിൻ്റെ ആ വർക്ക് അത്രയും കൺട്രോൾ ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ നമ്മളതിനെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ കോൺട്രാക്ടർ ആണെങ്കിൽ കോൺട്രാക്ടറുടെ കാര്യമാണ് പറഞ്ഞത്.
നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ എന്തെങ്കിലും അശ്രദ്ധ മൂലം എന്തെങ്കിലും സംഭവിച്ചാൽ അത് വീഴ്ചയാവും. പിന്നെ അത് ആ എൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റിയാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ മെറ്റീരിയൽസിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനത്തെയാണ് മെറ്റീരിയൽ, അതിൻ്റെ ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്യണം. പിന്നെ സൈറ്റ് വിസിറ്റ്, ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സൈറ്റ് വിസിറ്റ്. കാരണം നമ്മളവിടെ ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ പണിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിൽക്കാണ്ടിരുന്നാൽ പോരാ. എന്താണ് അവിടെ നടക്കുന്നത്, എങ്ങനെയാണോ പ്രോപ്പറായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അവർ തമ്മിലൊരു മ്യൂച്വൽ ബോണ്ടിങ് ഉണ്ടായിരിക്കണം. അപ്പോൾ സൈറ്റ് വിസിറ്റ് ചെയ്താൽ തന്നെയാണ് അവിടുത്തെ സിറ്റുവേഷൻസും അല്ലെങ്കിൽ അവിടുത്തെ ഡാമേജ് ഉണ്ടെങ്കിൽ ഡാമേജ് അല്ലെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള സജഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ പറഞ്ഞ ടൈമിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു അഗ്രിമെൻറ്റിൽ കോൺട്രാക്റ്റ് വയ്ക്കുമ്പോൾ ഇത്ര ടൈം പീരീഡിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ അത് ചെയ്യുന്നത് വേണം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പിന്നെ റിക്വയർമെൻറ്റ് ഓഫ് വേരിയസ് റിപ്പോർട്ട്സ് നമ്മുടെ വർക്ക് പ്രോഗ്രസ്സിനെ കുറിച്ചുള്ള റിപ്പോർട്ട്സ് അത് നമ്മൾ ക്ലയൻറ്റിനെ ബോധിപ്പിക്കണം. കാരണം നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്നിട്ട് അത് ചെയ്യാതിരുന്നിട്ട് പിന്നെ കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കോസ്റ്റ് ഡീറ്റെയിൽസ് ആണെങ്കിലും വർക്ക് പ്രോഗ്രസ് ആണെങ്കിലും എല്ലാതും എന്ത് ചെയ്യണം, ക്ലയൻറ്റിനെ അറിയിക്കണം. അടുത്തത് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് ആണ്. ഇതിനെ BOQ എന്നാണ് പറയുക. ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഈസ് എ ഡോക്യുമെൻറ്റ് ക്രിയേറ്റഡ് ബൈ ദ ക്വാണ്ടിറ്റി സർവേയർ ഓർ cost consult that contains information on the quality of materials, labor and their cost in a construction project. അതായത് ഇത് ബിൽ ഓഫ് ക്വാണ്ടിറ്റി BOQ എന്ന് കേട്ടിട്ടുണ്ടാവും. സോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ക്വാണ്ടിറ്റി സർവേയർ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് കൺസൾട്ടൻ്റ് ആണ്. ഇതിൽ നമ്മൾ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി, എമൗണ്ട്, കോസ്റ്റ്, പിന്നെ അതിന് വേണ്ട വർക്കേഴ്സ്, ലേബർ, ആ ചാർജസ്, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇതാണ് ഡോക്യുമെൻ്റാണ് BOQ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ടെൻഡറിലെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. നമുക്കറിയാം, നമ്മൾ ടെൻഡർ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. നമ്മൾ കോസ്റ്റ് എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ടെൻഡറിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. BOQ ഇല്ലെങ്കിൽ ടെൻഡർ ഇൻകംപ്ലീറ്റ് ആണെന്നാണ് പറയുക. അടുത്തത് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. നമ്മളൊരു കോൺട്രാക്റ്റ് വെക്കുമ്പോൾ അതിലുണ്ടാവുന്ന കണ്ടീഷൻസ്. ഫസ്റ്റ് വൺ ടൈം ഓഫ് കംപ്ലീഷൻ ആണ്. നമ്മളിപ്പോൾ ഒരു ഇന്ന ടൈമിൽ തീർക്കാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റ് വെക്കുന്ന നമ്മൾ പറയും ഇത്ര ടൈമിനുള്ളിൽ തീർക്കാം, ഇത്ര ടൈമിനുള്ളിലനുസരിച്ചായിരിക്കും കോൺട്രാക്ടർ അത് സൈൻ ചെയ്തിട്ടുണ്ടാവുക. സോ അത് കറക്റ്റ് ടൈമിൽ ചെയ്യേണ്ടത് ഉത്തരവാദിത്തം ആദ്യമാണ്, കോൺട്രാക്ടറിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ ഡിലേ ആൻഡ് എക്സ്റ്റൻഷൻ. ഇപ്പോൾ ഡിലേ വന്നു എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ എക്സ്റ്റെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷനും വരാം. ഡിലേ ഇൻ completion of work not attributed to the contractor should be brought to be noticed of owner by contracting in right within the time specified in contract. ഇപ്പോൾ കോൺട്രാക്ടറുടെ കയ്യിലാണ് ഡിലേ വരുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഫൈനും കാര്യങ്ങളും വരും. ഇനി വേറെ ചില സിറ്റുവേഷനിൽ പ്രൈസിൻ്റെ ഇഷ്യൂ കാരണമൊക്കെ ഡിലേ വരാറുണ്ട്. പിന്നെ പെനാൽറ്റി ആൻഡ് ലിക്വിഡേറ്റ് ഡാമേജസ്. പ്രൊവിഷൻ ഫോർ ഫൈൻ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ കോൺട്രാക്ട് ഫോർ നോൺ ഫിൽമെൻറ്റ് ഓഫ് ഹിസ് കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസ്. പിന്നെ ഫോർത്ത് വൺ പറയുന്നത് കോമ്പൻസേഷൻ ഫോർ ഡിലേ ഇൻ കംപ്ലീഷൻ ഓഫ് വർക്ക്. ഞാൻ പറഞ്ഞു ഡിലേ വരുന്ന സിറ്റുവേഷൻസ് വരാം. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പൻസേഷൻ കൊടുക്കണം ബേസി ആയിട്ട്. സോ കോൺട്രാക്ടർ ആർക്ക് കൊടുക്കേണ്ടി വരും, ക്ലയൻറ്റിന് കൊടുക്കേണ്ടി വരും. അടുത്തത് ലേബർ ആൻഡ് പേഴ്സണൽ റിക്വയർമെൻറ്റ്. കൺസിഡറേഷൻ സച്ച് ആസ് സേഫ്റ്റി മെഷേഴ്സ്, റേറ്റ് ഓഫ് വേജസ്, ക്രൈറ്റീരിയ ഫോർ റിമൂവൽ ഓഫ് എംപ്ലോയി മസ്റ്റ് ബി ഇൻക്ലൂഡഡ്. നമുക്കറിയാം, നമ്മൾ ഒരു കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ ഒരുപാട് വർക്ക്സ് വരുന്നുണ്ട്, ഒരുപാട് ലേബേഴ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ഇവരുടെ സേഫ്റ്റി എപ്പോഴും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അവരുടെ സേഫ്റ്റി കാര്യങ്ങൾ നോക്കണം. അവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെന്ന് നോക്കണം. അവർക്ക് പ്രോപ്പറായിട്ട് വേജസ് കൊടുക്കുക തന്നെ വേണം, കാരണം അവർ വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അനാവശ്യമായിട്ട് ലേബേഴ്സിന് വെക്കുന്ന ഒരു ഇത്, നമുക്ക് ഏത് വർക്കിന് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും, ഇത്ര വർക്ക് ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ കഴിഞ്ഞെങ്കിൽ ഇത്ര പേര് നിൽക്കണം. സോ അതിനനുസരിച്ച് മാത്രം വെക്കുക. അനാവശ്യമായിട്ട് നിർത്തി പിന്നെ വർക്ക് ചെയ്യാണ്ട് വെറുതെ സാലറി കൊടുക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും, നമുക്ക് മീൻസ് നമ്മുടെ സൈഡിൽ തന്നെ ആയിരിക്കും. സോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എംപ്ലോയിനെ എന്താ പറയുക, റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസും കാര്യങ്ങളും എന്തുകൊണ്ടാണെന്നും കൂടി ബോധിപ്പിക്കാം. പിന്നെ മെഷർമെൻറ്റ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണ്. മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് മെത്തേഡ് ഓഫ് പേയ്മെൻറ്റ് എക്സെട്ര. നമ്മൾ മെഷർമെൻറ്റ് ബുക്സ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മളെന്താ പറഞ്ഞത്, നമ്മൾ ആ ബുക്ക് നോക്കിയിട്ടാണ് നമ്മൾ അവരുടെ പേയ്മെൻറ്റ് കാര്യങ്ങൾ നോക്കണം. നമ്മൾ ഇത്ര ടൈമിൽ ഇത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു, സോ അതിനുള്ള എമൗണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ റീ അസൈൻമെൻറ്റ് ആൻഡ് സബ് കോൺട്രാക്റ്റിംഗ് ആണ് വരുന്നത്. കണ്ടീഷൻ ഓൺ സബ്ലീറ്റിംഗ് മേ ബി ഇൻക്ലൂഡഡ് ഇൻ കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്സ് ഫോർ ക്ലാരിറ്റി. നമ്മൾ പറഞ്ഞു
എപ്പോഴും നമ്മൾ ക്ലാരിറ്റിക്ക് ക്ലയൻസിനായിട്ട് ആണെങ്കിലും നമ്മുടെ വർക്ക് ഇങ്ങനെ നടക്കുന്നുണ്ട് എല്ലാം നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ബോധിപ്പിച്ചുകൊണ്ടിരിക്കണം. അടുത്ത സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ദ ഓണർ ആൻഡ് കോൺട്രാക്ട് ഷുഡ് ബി റിസോൾവ്ഡ് ത്രൂ മ്യൂച്വൽ നെഗോഷിയേഷൻ. ആർബിട്രേഷൻ ക്ലോസ് മേ ബി ഇൻക്ലൂഡ് ടു സെവിയർ ഡിസ്പ്യൂട്ട്സ്. അതായത് ഇപ്പോൾ ക്ലയൻറ്റ് കോൺട്രാക്ടർക്ക് ക്യാഷ് കൊടുക്കാനാണെങ്കിലും ഓർ തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് കൊടുക്കാനാണെങ്കിലും ആ ഡിസ്പ്യൂട്ട്സ് ഒക്കെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അതാണ് ഈ കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ അടുത്തത് പറയുന്നത് ഫോഴ്സ് ഓഫ് നാച്ചുറൽ ഡിസാസ്റ്റർ. നമുക്കറിയാം പല പല നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരും. ചിലപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷന് തന്നെ അത് ഹാംഫുൾ ആയിരിക്കാം. ഇൻഷുറൻസ് പോളിസി ആ സിറ്റുവേഷനിൽ നമുക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ആ ലോസിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അടുത്തത് പ്രൈസ് എസ്കലേഷൻ ആണ്. ലേബർ പ്രൈസസ് ആൻഡ് മെറ്റീരിയൽ പ്രൈസസ് മേ ഇൻക്രീസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻഫ്ലേഷൻ. എ കോൺട്രാക്ട് കണ്ടീഷൻ ഷുഡ് ദെയർഫോർ ഇൻക്ലൂഡ് ആൻ അപ്രോപ്രിയേറ്റ് ക്ലോസ് ഫോർ പ്രൈസ് എസ്കലേഷൻ. നമുക്കറിയാം പണ്ടുണ്ടായിരുന്ന ഒരു കൂലി ലേബർ ചാർജ് അല്ല ഇപ്പോൾ ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഓരോ മെറ്റീരിയൽ വാങ്ങണ ക്യാഷ് അല്ല ഇപ്പോൾ മെറ്റീരിയൽ. ഓരോ ടൈം തോറും ഓരോ സാധനത്തിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ആ ക്ലയൻറ്റിനെ ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ക്ലയൻറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം കോൺട്രാക്റ്റ് അങ്ങനെ പറയുമ്പോൾ. അപ്പോൾ അവർ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. പ്രൈസ് ഇന്നതുകൊണ്ടാണ് റീസൺ ഇൻക്രീസ് ആയത്, സോ അത് പേ ചെയ്യണം. അപ്പോൾ ആ തിരിച്ചും അവരുടെ ഭാഗത്ത് പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് ഉണ്ടാവണം. പിന്നെ വരുന്നത് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. The owner can terminate the contract. Owner can terminate the contract in the event of default of contractor and may impose penalty as per the contract document. Due notice should be served on the contract before termination. ഓണർക്ക് ടെർമിനേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ആണ്. 11 ടൈപ്സ് പഠിക്കാനുണ്ട്. ലംസം കോൺട്രാക്റ്റ്, ഐറ്റം റേറ്റ് കോൺട്രാക്റ്റ് ഓർ യൂണിറ്റ് പ്രൈസ് കോൺട്രാക്റ്റ്, പെർസെൻറ്റേജ് റേറ്റ് കോൺട്രാക്റ്റ്, കോസ്റ്റ് പ്ലസ് പെർസെൻറ്റേജ് റേറ്റ് കോൺട്രാക്റ്റ്, കോസ്റ്റ് പ്ലസ് ഫിക്സഡ് ഫ്രീ കോൺട്രാക്റ്റ്, ടാർജറ്റ് കോൺട്രാക്റ്റ്, നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റ്, പാക്കേജ് ഡീൽ ഓർ ടേൺ കീ കോൺട്രാക്റ്റ്, ഡിസൈൻ ബിൽഡ് കോൺക്രീറ്റ്, മെറ്റീരിയൽ സപ്ലൈ കോൺട്രാക്റ്റ്, ലേബർ കോൺട്രാക്റ്റ്. സോ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് പറയുന്നത് ലംസം കോൺട്രാക്റ്റ് ആണ്. ലംസമ്മിന് സ്റ്റിപ്പുലേറ്റഡ് സം കോൺട്രാക്റ്റ് ഓർ ഫിക്സഡ് പ്രൈസ് കോൺട്രാക്റ്റ് എന്നും കൂടി പറയും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ഇതെന്ത് ഫിക്സഡ് പ്രൈസ്. ആ ഒരു വേർഡിൽ നിന്ന് നമുക്ക് ഏകദേശം മനസ്സിലായി കാണും ഇത് ഏത് ടൈപ്പ് ഓഫ് കോൺട്രാക്റ്റ് ആണെന്ന്. എ ലംസം കോൺട്രാക്റ്റ് ഇൻ കൺസ്ട്രക്ഷൻ ഈസ് വൺ ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് where a single price is quoted for an entire project based on plans and specification and covers the entire project and the owner knows exactly how much work will cost in advance. അതായത് നമ്മളിപ്പോൾ അവർ തമ്മിൽ അഗ്രിമെൻറ്റായി കോൺട്രാക്റ്റ് വെച്ചു. സോ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ക്ലയൻറ്റ് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യുകയാണ്. സോ ക്ലയൻറ്റിനോട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വർക്കിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കേണ്ടി വരില്ല. ക്ലയൻറ്റിന് എന്തറിയാം, ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് എത്ര എമൗണ്ട് ആയി എന്ന് അറിയാം. So contractor arrives at this figure on the basis of its own analysis of rates and estimated quantities. This lump sum amount refers to the total sum of money for which the contractor agrees to build the contractor facilities, accepting all responsibility for factors relating to the supply of raw materials, uncertainty relating to construction hazards and their difficulties. From the point of view client, this form of contract has one big advantages. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ക്ലയൻറ്റിന് അറിയാൻ പറ്റും ഓൾ കൺസ്ട്രക്ഷൻ എത്ര പൈസയാണ്. കാരണം അവർ ഒറ്റയടിക്ക് പേ ചെയ്യണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള ആ ഒരു പേയ്മെൻറ്റിൻ്റെ ആവശ്യം വരുന്നില്ല. അവർക്കറിയാമോ ഇത്ര എനിക്ക് ചിലവായി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് റീകാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവിടെ. സോ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ നമുക്ക് കോസ്റ്റ് ഓഫ് വർക്ക് ബിക്കം നോൺ ബിഫോർ ഹെഡ് ആൻഡ് ആസ് സച്ച് ഓണേഴ്സ് ഗെറ്റ് സഫീഷ്യൻറ്റ് ടൈം ടു അറേഞ്ച് ഫോർ ദ റിക്വയർഡ് പീരിയഡ്സ്. നമ്മൾ ആദ്യം തന്നെ പറയുകയാണ് ഇപ്പോൾ നമുക്ക് ഇതാണ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. സോ കോൺട്രാക്റ്റ് അതിൻ്റെ എമൗണ്ട് പറയും. അപ്പോൾ നമുക്ക് എൻ്റെ ക്ലയൻറ്റിന് മനസ്സിലാവാണ് ഇത്ര എമൗണ്ട് ഉണ്ടെങ്കിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ക്ലയൻറ്റിന് എന്ത് ചെയ്യാം, എനിക്ക് ഇത്ര ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 25 lakhs വേണം. സോ ഓക്കെ 25 lakhs വേണം. അപ്പോൾ അത് അറേഞ്ച് ചെയ്ത് ഞാൻ വെക്കണം. കാരണം എനിക്ക് ഓൾറെഡി അറിയാലോ എനിക്ക് ഈ സംഭവം തുടങ്ങണം എന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 25 lakhs. അപ്പോൾ അതെങ്ങനെ അറേഞ്ച് ചെയ്യാൻ നോക്കും. പിന്നെ അഗ്രിമെൻറ്റ് ചെയ്ത് പിന്നെ എന്തായിരിക്കും
നമ്മളത് എമൗണ്ട് കെട്ടി പിന്നെ കൺസ്ട്രക്ഷൻ തുടങ്ങും. അപ്പോൾ ക്ലയൻറ്റിന് അത് മുൻകൂട്ടി അറിയാൻ പറ്റുമ്പോൾ നമുക്ക് അപ്പോൾ ഇത്ര ഉണ്ടാക്കി വെക്കാം, ഇത്ര സേവ് ചെയ്ത് വെക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് അവിടെ വരികയാണ്. പിന്നെ ലംസം കോൺട്രാക്ട്സ് ആൾസോ റെൻഡേഴ്സ് ലിറ്റിൽ ഫിനാൻഷ്യൽ റിസ്ക് ഫോർ ഓണേഴ്സ് ആസ് ദ കോൺട്രാക്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ എനി കോസ്റ്റ് ഓവർടേൺസ്. പിന്നെ ഓണർ സൂപ്പർവിഷൻ ഓഫ് ലംസം കോൺട്രാക്ട് ഈസ് മിനിമൽ ആസ് ദ ഓണർ ഡസ് നോട്ട് നീഡ് ടു ട്രാക്ക് കോസ്റ്റ്. നമുക്കറിയാം ഓണർക്ക് ഇടയ്ക്ക് ഇപ്പോൾ ഇന്ന വർക്ക് കഴിഞ്ഞു, സോ അതിനെത്ര കോസ്റ്റായി, ഇന്ന വർക്ക് അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ എത്രയായി, അത് അന്വേഷിക്കേണ്ടി വരില്ല, കാരണം അവർ ഒറ്റയടിക്ക് സെറ്റിൽ ചെയ്യുകയാണ്. ലംസം കോൺട്രാക്ട്സ് ആൾസോ റിക്വയർ ലെസ് പേപ്പർ വർക്ക് മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിങ് ഡിക്രീസിങ് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ്. കാരണം അവിടെ ലെസ് പേപ്പർ വർക്ക്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കാര്യങ്ങൾ കുറച്ചേ വരുന്നുള്ളൂ, കാരണം ഒറ്റയടിക്ക് തന്നെ എല്ലാതും സെറ്റിൽ ചെയ്യുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോ വർക്കിൻ്റെ അക്കൗണ്ട്സ് കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളും ഒന്നും വരുന്നില്ല. എല്ലാം കൂടി പറയണത് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് സെറ്റിൽ ചെയ്യുന്നു, സോ ഒറ്റയടിക്ക് ഫിക്സഡ് എമൗണ്ട് അറിയാനും പറ്റും. സിൻസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ വർക്ക് ആൻഡ് വർക്ക് ടു ബി ഡൺ ആർ നോട്ട് ബിഫോർ ഹാൻഡ് ബെറ്റർ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റ്. ഞാൻ പറഞ്ഞു നമുക്ക് ബെറ്ററായിട്ട് പ്ലാൻ ചെയ്യാം, സേവ് ചെയ്ത് വെക്കാം, സോ അതിനനുസരിച്ച് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അടുത്തത് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, പിന്നെ ഇൻ ദിസ് കോൺട്രാക്ട് വർക്ക് ടു ബി ഡൺ ഹാസ് ടു accurately and completely shown on the drawing and described in the specification. If a change is needed in plan or design, some contracts stipulate the use of a form stipulate the use of a formal change process and considerable amount of paperwork. ഇപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്പോൾ അവിടെ എക്സ്ട്രാ നമുക്ക് ഞാൻ പറഞ്ഞ ഒറ്റയടിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പിന്നെ അത് ചേഞ്ച് ചെയ്യുമ്പോൾ എക്സ്ട്രാ നമുക്ക് ആവശ്യം വരും, വേറെ വർക്ക്സിൻ്റെ ആവശ്യം വരും. ചേഞ്ചസ് ഓഫ് കോൺട്രാക്റ്റ് could use inferior materials or otherwise cut costs to increase their profit from the fixed price. To avoid the owners needed to specify materials in the pre-construction document they provide to the contract. Due to any reason, if the project is finished as over budget, the contract has to face the loss. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് ഓവർ ബഡ്ജറ്റ് ആവുകയാണ്, നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ കോൺട്രാക്ടർ പറയുകയാണെങ്കിൽ ഇത്ര എമൗണ്ടാണ് ഈ വർക്കിന് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് മേടിച്ചതിന് ശേഷമാണ് പിന്നെ കൺസ്ട്രക്ഷൻസ് തുടങ്ങുന്നത്. പക്ഷേ ആഫ്റ്റർ കൺസ്ട്രക്ഷൻ അതിനേക്കാൾ പൈസ കൂടുതലാണെങ്കിൽ പിന്നെ കോൺട്രാക്ടർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ആൾക്ക് തന്നെയാണ് നഷ്ടം വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഐറ്റം റേറ്റ് കോൺട്രാക്റ്റ് ആണ്. ഇതിനെ യൂണിറ്റ് പ്രൈസ് കോൺട്രാക്റ്റ് എന്ന് കൂടി പറയും. കോൺട്രാക്റ്റ് അണ്ടർടേക്സ് ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക് ഓൺ ആൻ ഐറ്റം റേറ്റ് ബേസിസ്, അഗ്രീസ് ടു ക്യാരി ഔട്ട് എ യൂണിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഫോർ എ പർട്ടിക്കുലർ സം ഓഫ് മണി. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വർക്ക് ചെയ്യണു, സോ അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും, അതിനനുസരിച്ച് എമൗണ്ട് മേടിക്കണം. അങ്ങനെ കുറച്ച് വർക്കിനുള്ള എമൗണ്ട് മേടിക്കുന്നതാണ് ഐറ്റം റേറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. നമുക്കിതിൽ എന്തുണ്ടാവും, നമുക്കറിയാം ടെൻഡർ ഡോക്യുമെൻറ്റിൽ എന്തുണ്ടാവും, BOQ ഉണ്ടാവും, സോ അതിലെല്ലാ ഡീറ്റെയിൽസും കോസ്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഫോർ ഈച്ച് ഐറ്റം ഇൻ എ പർട്ടിക്കുലർ വർക്ക്, പിന്നെ ഓരോ വർക്കിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ഐറ്റം, അതിൻ്റെ റേറ്റ് എല്ലാം നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണം, കാരണം ക്ലയൻറ്റിന് അറിയണമല്ലോ. സോ അതൊക്കെ ഇതിൽ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം. പേയ്മെൻറ്റ് എന്ത് ചെയ്യണം, നമ്മളൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത് അതിനനുസരിച്ചാണ് പേയ്മെൻറ്റ് കൊടുക്കുക. അടുത്ത അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് പിന്നെന്താ, നമുക്ക് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ അനാലിസിസ് എടുക്കാൻ പറ്റും, കാരണം ഓരോ വർക്ക് ഓക്കെ ഇതിന് ഇത്ര എമൗണ്ട് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോ വർക്ക് റേറ്റിംഗ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, നമുക്ക് ഡ്രോയിങ്സ് ചേഞ്ച് ചെയ്യാമാണെങ്കിൽ നമുക്ക് കാരണം മെല്ലെ ആണല്ലോ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. മറ്റേത് പോകുമ്പോൾ ഒറ്റയടിക്ക് ഇതാക്കണോണ്ട് അതിന് ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ വേറെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് എൻജിനീയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻ എൻജിനീയർ ഈസിലി ഫൈൻഡ് ഔട്ട് ദ അൺബാലൻസ് in the tender by comparing the rate estimated by the contract with the scheduled rate prepared by. അപ്പോൾ നമുക്കറിയാം ഒരു വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു എസ്റ്റിമേഷൻ ചെയ്തിട്ടുണ്ടാവും, റഫ് എസ്റ്റിമേറ്റ്, അപ്പോൾ അതിനനുസരിച്ച് ഒരു എഞ്ചിനീയർക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് റേറ്റും കമ്പയർ ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പോൾ അത് ലൈവായിട്ട് പോണ റേറ്റും നമുക്ക് കമ്പയർ ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അടുത്തത് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് വർക്ക് ഈസ് ഓൺലി നോൺ. നമുക്കപ്പോൾ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് നമുക്ക് എപ്പോഴും കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ലാസ്റ്റാണ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മറ്റേതുപോലെ സ്റ്റാർട്ടിങ്ങിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്യുന്നതിനും കുറച്ച് ഇതുണ്ടാവും. പിന്നെ ഇഫ് ദ ഫൈനൽ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഈസ് ആയി, അപ്പോൾ നമുക്ക് ഫൈനൽ കോസ്റ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഓണർക്ക് ഒന്നും ചെയ്യാനും പറ്റില്ല. മറ്റേതിലെ കേസിൽ ആരവിടെ പറഞ്ഞ കോൺട്രാക്ടർക്കാണ് നഷ്ടം പറഞ്ഞത്. പിന്നെ ദർ ഈസ് നീഡ് ഫോർ സം എക്സ്ട്രാ സ്റ്റാഫ് ഫോർ ടേക്കിംഗ് ദ ഡീറ്റെയിൽഡ് മെഷർമെൻറ്റ് ഓഫ് പ്രോജക്റ്റ്. സോ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു, കാരണം ഓരോ വർക്ക് അപ്പോൾ എക്സ്ട്രാ സ്റ്റാഫിൻ്റെ ആവശ്യം വരുന്നത് നമുക്കറിയാം. എക്സ്ട്രാ ഒരു സ്റ്റാഫ് വെക്കുകയാണെങ്കിൽ അവർക്ക് സാലറി കൊടുക്കണം, സോ അവിടെ പേയ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ അപ്പോൾ അവിടെ
എസ് എ പാർട്ട് ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ ഒരു നഷ്ടമാണല്ലോ. ഇൻ ദ ഡിസയർ ഓഫ് സേവിങ് മണി ദ കോൺട്രാക്ടർ മേ യൂസ് ലോവർ ക്വാളിറ്റി മെറ്റീരിയൽ ആൻഡ് ഡ്യൂ ടു ലോവർ ക്വാളിറ്റി മെറ്റീരിയൽ ദ ലൈഫ് സൈക്കിൾ. അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് എല്ലാവരും പറയണില്ല. സോ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി നമ്മൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കാൻ വേണം. കാരണം അവർക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, ലോക്കലായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ വെച്ചിട്ട് കൺസ്ട്രക്ഷൻ ചെയ്ത് നമ്മളത് ശ്രദ്ധിച്ച്, അതായത് ഓണേഴ്സ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർക്ക് തന്നെയാണ് നഷ്ടം. സോ അവരവിടെ എമൗണ്ട് നമ്മളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ഭയങ്കര ചീപ്പായിരിക്കും. സോ നമ്മുടെ ബിൽഡിങ്ങിന് തന്നെയാണ് അതിൻ്റെ ഡാമേജസ് വരാൻ പോകുന്നത്. അടുത്തത് ദ പ്രോഫിറ്റ് ഓഫ് ദ കോൺട്രാക്ടർ ഈസ് നോട്ട് അഷ്യൂർഡ് ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കോസ്റ്റ് ഓഫ് ദ പ്രൊജക്റ്റ് വർക്ക്. കമ്പാരിറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഐറ്റം റേറ്റ് ഈസ് മോർ ഇലാബറേറ്റഡ് ആൻഡ് കോംപ്രഹെൻസീവ് ആൻഡ് ഇൻ്റലിജൻസ് ക്യൂസിറ്റി ഈസ് റിക്വയർഡ്. അടുത്ത പെർസെൻറ്റേജ് റേറ്റ് കോൺട്രാക്റ്റ് ആണ്. റെഫേഴ്സ് ടു എ ടൈപ്പ് ഓഫ് ഐറ്റം റേറ്റ് കോൺട്രാക്ട്. ഇതെന്ന് പറയുന്നത് ഐറ്റം റേറ്റ് കോൺട്രാക്റ്റിനോട് ഈക്വലായിട്ട് കിടക്കുന്നതാണ്. ഇവിടെ പെർസെൻറ്റേജ് റേറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റം സാങ്ഷൻ ഇൻ ദ എസ്റ്റിമേറ്റ് വിത്ത് ക്വാണ്ടിറ്റീസ്, യൂണിറ്റ്, റേറ്റ്, അതുപോലെ എമൗണ്ട് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അടുത്തത് കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് ആണ്. സച്ച് കോൺട്രാക്ട്സ് നോർമലി റിക്വയേഴ്സ് ദ ഓണർ ടു പേ ഫോർ ഓൾ പ്രൊജക്റ്റ് എക്സ്പെൻസസ് ലൈക്ക് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, ലേബർ ആൻഡ് എനി അതർ പ്രൊജക്റ്റ് കോസ്റ്റ്. നമുക്കറിയാം ഇപ്പോൾ എന്താ പറയുക, ഓണർ എന്ത് ചെയ്യണം, പേ ചെയ്യണം എന്തിനൊക്കെ, മെറ്റീരിയൽ, ലേബേഴ്സ്, അതുപോലെ ഓവറോൾ പ്രൊജക്റ്റ് കോസ്റ്റൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓണേഴ്സ് പേ ചെയ്യണം. അഡീഷണലി ദീസ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് വിൽ ആൾസോ ഇൻക്ലൂഡ് ആൻ അഗ്രിമെൻറ്റ് അപ്പോൺ amount or percentage that covers the contract overhead costs, insurance, a portion of office rent and profit that our owner also pays. For cost plus fixed percentage, payment covers both the associated project cost and the builder's profit and overhead. The amount paid for the builder's profit and overhead is dependent on the fixed percentage of the project cost. For കോസ്റ്റ് പ്ലസ് ഫിക്സഡ് പി. ഇപ്പോൾ ഫിക്സഡ് പി എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഇൻക്ലൂഡ് കവറേജ് ഓഫ് ദ അസോസിയേറ്റ് പ്രൊജക്ട് കോസ്റ്റ് ആസ് വെൽ ആസ് എ ഫിക്സഡ് ഫീ ദാറ്റ് ദ കവേഴ്സ് ബിൽഡേഴ്സ് പ്രോഫിറ്റ് ആൻഡ് ഓവർഹെഡ്. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും കോസ്റ്റ് പ്ലസ് വരുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് ടാർജറ്റ് കോൺട്രാക്റ്റ് ആണ്. ദ കോൺട്രാക്റ്റ് ഈസ് പെയ്ഡ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ കോസ്റ്റ് പ്ലസ് എ സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റ്. ഇവിടെ എന്താണ് പേ ചെയ്യുന്നത്, ആക്ച്വൽ കോസ്റ്റിൻ്റെ കൂടെ ഒരു ടോട്ടൽ percentage of total കോസ്റ്റും കൂടി പേ ചെയ്യുന്നുണ്ട്. ഇൻ ദിസ് കേസ് ദ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ഡസ് നോട്ട് എക്സീഡ് സർട്ടൈൻ ടാർജറ്റ് കോസ്റ്റ് സ്പെസിഫൈഡ് ബൈ ദ ഓണർ. ദ കോൺട്രാക്ട് ഈസ് എൻകറേജ്ഡ് ടു യൂസ് ഹിസ് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് to keep the cost as low as possible. This type of contract is profitable to both contractors as well as to the owner. ഇപ്പോൾ ഇതെന്താ, രണ്ടുപേർക്കും പ്രോഫിറ്റ് ആവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തത് ഡിസൈൻ ബിൽഡ് കോൺട്രാക്റ്റ് ആണ്. ഇൻ മോസ്റ്റ് കേസസ് പ്രൊജക്റ്റ് ഓണേഴ്സ് റിസീവ് കംപ്ലീറ്റഡ് ഡിസൈൻ ഡ്യൂറിങ് ദ കൺസ്ട്രക്ഷൻ. ഇപ്പോൾ പ്രൊജക്റ്റ് ഓണേഴ്സിന് എന്ത് ചെയ്യണം, എല്ലാ ഡ്രോയിങ്സും വേണം ബിഡിങ് പ്രോസസ്. ഹൗവർ ഇൻ എ ഡിസൈൻ ബിൽഡ് കോൺട്രാക്ട് ദ ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഡൺ സൈമുൾട്ടേനിയസ്ലി ആൻഡ് ഹാൻഡിൽഡ് വിത്ത് ജസ്റ്റ് വൺ കോൺട്രാക്ട് ആസ് ഒപ്പോസ് ടു ട്രഡീഷണൽ മെത്തേഡ്സ്. അപ്പോൾ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഡിസൈനർ കൂടി വരികയാണെങ്കിൽ ഒരുപാട് ഡ്രോയിങ്സും കാര്യങ്ങളും നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി മുന്നേ വരും. സോ എന്താണ് പറയണത്, പ്രൊജക്റ്റ് ഓണേഴ്സിന് ഇതൊക്കെ കാണിക്കണം. അതുപോലെ തന്നെ ദ ഡിസൈനർ ആൻഡ് ദ കൺസ്ട്രക്ഷൻ ടീം ആൻഡ് സ്പീഡ്സ് അപ്പ് ദ ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ. ഇവരെല്ലാവരും കൂടി കൺസ്ട്രക്ഷൻ പ്രോഗ്രസ് ചെയ്യും എന്നാണ് പറയുന്നത്. അടുത്തത് ടേൺ കീ കോൺട്രാക്റ്റ്. ഇതിനെ പാക്കേജ്ഡ് ഡീൽ കോൺട്രാക്റ്റ് എന്നും കൂടി പറയും. ഇറ്റ് ഈസ് എ കംപ്രഹെൻസീവ് കോൺട്രാക്റ്റ് വിച്ച് എൻട്രസ്റ്റ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഓൾ ദ ആക്ടിവിറ്റീസ് ടു ദ കോൺട്രാക്റ്റിംഗ് ഏജൻസി. ഇപ്പോൾ സർവേ, ഡിസൈഡിങ് ദ ഡിസൈൻ, സ്പെസിഫിക്കേഷൻ, പ്ലാനിങ്, കൺസ്ട്രക്ഷൻ, ടെസ്റ്റിംഗ്, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ദ ഏജൻസി ഹാസ് ടു ക്യാരി ഔട്ട് ഓൾ ദ നെസസറി ഡെവലപ്മെൻറ്റ് ടു മേക്ക് ദ പ്രോജക്റ്റ് ഫങ്ഷണൽ ആൻഡ് പ്രൊവൈഡ് ക്ലയൻറ്റ് വിത്ത് എ റെഡി ടു യൂസ് പ്രോഡക്റ്റ്. കാരണം ഇതെല്ലാതും റെഡി ടു, അതായത് ക്ലയൻറ്റിൻ്റെ കൈമാറുമ്പോൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി ചെയ്തിട്ട് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കുക. അങ്ങനത്തെ രീതിയിൽ ഈ ടേൺ കീ കോൺട്രാക്റ്റ് എടുക്കുന്നത്. ദ കോൺട്രാക്റ്റിംഗ് ഓർഗനൈസേഷൻ ക്യാൻ അലൗഡ് ദ വേരിയസ് ആക്ടിവിറ്റീസ് ടു അതർ ഏജൻസീസ്. പോപ്പുലർ കൺസെപ്റ്റ്, ഇപ്പോൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക ലാർജ് കൺസ്ട്രക്ഷൻ പർപ്പസ് അല്ലെങ്കിൽ ലാർജ് കൺസ്ട്രക്ഷൻ വർക്ക്സിനൊക്കെ ആയിരിക്കും. സോ വെൻ ദർ ഈസ് എ കോംപ്ലക്സ് കൺസ്ട്രക്ഷണൽ പ്രൊസീജ് ക്ലയൻസ് പ്രിഫേഴ്സ് ടു ഡീൽ വിത്ത് എ സിംഗിൾ ഓർഗനൈസേഷൻ റേദർ ദാൻ മൾട്ടിപ്പിൾ സ്പെഷ്യലിസ്റ്റ് കോൺട്രാക്ടേഴ്സ്.
Large contracting firms have both technical and managerial skills to take up such works. In addition to civil engineering and building works, can also include procurement and installation of equipment and system. അടുത്തത് നെഗോഷിയേറ്റഡ് കോൺട്രാക്ട്സ്. വെൻ ദ കോൺട്രാക്ട് ഈസ് അവാർഡഡ് വിത്തൗട്ട് കോളിംഗ് ടെൻഡേഴ്സ്. ഇപ്പോൾ ടെൻഡേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ വിളിക്കാതെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നെഗോഷിയേറ്റഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് മെറ്റീരിയൽ സപ്ലൈ കോൺട്രാക്റ്റ് ആണ്. ദ കോൺട്രാക്ടേഴ്സ് ഓഫേഴ്സ് ദെയർ റേറ്റ്സ് ഫോർ സപ്ലൈ ഓഫ് ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻക്ലൂഡ് ടാക്സസ് ആൻഡ് ഡെലിവറി ചാർജസ്. ദിസ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഈസ് യൂസ്ഡ് ഫോർ ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽസ് ലൈക്ക് ബ്രിക്ക്, ഫർണിച്ചർ എക്സെട്ര. ദ മെറ്റീരിയൽ റിസീവ്ഡ് മസ്റ്റ് ബി എക്സാമിൻഡ് ആൻഡ് മെഷേർഡ് വിത്ത് പ്രോപ്പർ രജിസ്റ്ററിംഗ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ എന്താണ് ഇതിൽ പറയണത്? ഇതിലെല്ലാതും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ കോൺട്രാക്ടർ ഓഫർ ചെയ്യാണ് ഏതൊക്കെ മെറ്റീരിയൽസിൻ്റെ, അതുപോലെ ടാക്സസിൻ്റെ, ഡെലിവറി ചാർജസിൻ്റെ ഒക്കെ. പിന്നെ എന്ത് ചെയ്യാണ്, അപ്പോൾ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാണ്, അതായത് ബ്രിക്കാവാം, ഫർണിച്ചർ ആവാം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുകയാണ്. പിന്നെന്താ, മെറ്റീരിയൽസ് റിസീവ്ഡ് മസ്റ്റ് ബി, ഇപ്പോൾ റിസീവ് ചെയ്യണ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് എക്സാമിൻ ചെയ്യാൻ കൂടി വേണം. അടുത്ത ലേബർ കോൺട്രാക്റ്റ് ആണ്. ദ കോൺട്രാക്റ്റ് അണ്ടർടേക്സ് കോൺട്രാക്ട് ഫോർ ദ ലേബർ പോർഷൻ ഓൺലി. ഓൾ മെറ്റീരിയൽസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ആർ അറേഞ്ച്ഡ് ആൻഡ് സപ്ലൈഡ് അറ്റ് ദ സൈറ്റ് ഓഫ് വർക്ക് ബൈ ദ ക്ലയൻറ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ്. ദ ലേബർ കോൺട്രാക്ടർ എൻഗേജസ് ലേബർ ആൻഡ് ഗെറ്റ് ദ വർക്ക് ഡൺ അക്കോർഡിംഗ് ടു ദ സ്പെസിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അടുത്തത് ബോർഡ് ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. എ ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ദ ഗവൺമെൻറ് ഗ്രാൻഡ് കൺസെഷൻ ടു എ പ്രൈവറ്റ് സെക്ടർ ടു ബിൽഡ് ആൻ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ്, ഓപ്പറേറ്റ്സ് ദ പ്രോജക്റ്റ് ഫോർ എ പീരീഡ് ഓഫ് 20 to 30 years, hoping to earn profit. After that period, the project is returned to the public entity government. അതായത് നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യണം, ഒരു കൺസെഷൻ കൊടുക്കുകയാണ്. ഒരു 20 to 30 years നമ്മൾ ആ ഒരു കൺസെഷൻ കൊടുക്കും. ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതാണോ സ്ട്രക്ചർ അത് എന്തിൻ്റെ കീഴിലായിരിക്കും? ഗവൺമെൻറ്റിൻ്റെ കീഴിലായിരിക്കും. റെസ്പോൺസിബിൾ ഓഫ് ഫണ്ട് റേസിംഗ് ഫോർ ദ പ്രോജക്റ്റ് ഈസ് ഇൻ കോൺട്രാക്ട്സ് കോഡ്. കോൺട്രാക്ടർ ഈസ് അലൗഡ് ടു ഓപ്പറേറ്റ് ദ ഫെസിലിറ്റീസ് ഫോർ agreed period of time to recover the cost of incurred in the design and construction of the facility. Useful when the client doesn't want to invest directly in the project and wants to encourage developed project through external funding and investment. It is also a method of attracting involving private sector in public sector and infrastructure development, which typically involve heavy capital investment. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിട്ട് അഡ്വാൻറ്റേജസും വരുന്നുണ്ട്. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത് അപ്പോൾ ഹൈവേസ്, എയർപോർട്ട്സ്, പവർ പ്ലാന്റ്സിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷനാണ്. ദീസ് കോൺട്രാക്ട്സ് ഓഫൺ ഇൻവോൾവ് ലോങ് ടേം റിലേഷൻഷിപ്പ് and commitment. It is crucial that the contract carried out his own research into not only the economic and technical feasibility but also the social and administrative aspects of the project എന്നാണ് പറയുന്നത്. പിന്നെ എ ജുഡീഷ്യൽ സിസ്റ്റം ഓഫ് റിസ്ക് ഓഫ് അലോക്കേഷൻ ഈസ് കോൾഡ് ഫോർ ടു അഡ്രസ് സം ഓഫ് ദ കൺസേൺ ഓഫ് ദ കോൺട്രാക്ടിങ് ഏജൻസി. ഓഫൺ ദ ക്ലയൻറ്റ് സംഹൗ ഗ്യാരണ്ടീസ് ദ കോൺട്രാക്ടേഴ്സ് ഓപ്പറേറ്റിംഗ് ഇൻകം. സോ ഞാൻ പറഞ്ഞു, ഒരു പ്രൈവറ്റ് സെക്ടറിന് ഗവൺമെൻറ് സെക്ടർ കൊടുക്കുന്ന ഒരു കൺസെഷൻ ആയിട്ട് പിന്നീട് അത് അവരുടെ കീഴിലേക്ക് വരുന്ന ഒരു കോൺട്രാക്റ്റാണ് ലാസ്റ്റ് പറഞ്ഞ കോൺട്രാക്റ്റ്. സോ ഇത്രയൊക്കെയാണ് 4th മൊഡ്യൂളിൽ വരുന്നത്. ഇതോടുകൂടി 4th മൊഡ്യൂൾ ഏകദേശം നമ്മുടെ സിലബസ് അനുസരിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ നമ്മുടെ ചാനൽസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് മഴയുടെ ഇഷ്യൂസ് ഉള്ള കാരണം എന്തെങ്കിലും നിങ്ങൾക്ക് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ സോറി പറയുകയാണതിന്. അപ്പോൾ ഇനി അടുത്തത് 5th മൊഡ്യൂളാണ് എടുക്കുന്നത്. 5th മൊഡ്യൂളായിട്ട് വരും. അപ്പോൾ ഇതൊക്കെ ടെൻഡർ, കോൺട്രാക്റ്റൊക്കെ, അതായത് ഇത് രണ്ടും ഈ മൊഡ്യൂളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. സോ അത് സ്കിപ്പ് ചെയ്യാണ്ട് പഠിക്കുക. അത്യാവശ്യം പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. ഈസി ആയിട്ട് സ്കോർ ചെയ്താൽ പഠിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് തിയറി ആണെന്നറിയാം. സോ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂൾ കൂടിയാണിത്. സോ അത് സ്കിപ്പ് ചെയ്യാണ്ട് നല്ല രീതിയിൽ പഠിക്കുക. എസ്പെഷ്യലി ടെൻഡറിങ്ങും